കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ഈ മീഡിയയിൽ കൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. നമ്മൾ നിരന്തരമായി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹവും സന്തോഷവും വിടുതലുമായിട്ട് മാറും. ഈ ദിവസങ്ങൾ തുടർച്ചയായി നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കുവാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇതൊരു ദൈവവചന പഠന പരമ്പരയായതുകൊണ്ട് നിങ്ങളെല്ലാ എപ്പിസോഡുകളും ശ്രദ്ധിക്കുവാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. ടി വിയിൽ കൂടെ ഈ പ്രോഗ്രാം വരുന്ന സമയങ്ങൾ അത്രയും നിങ്ങൾ കാണുവാനായിട്ട് ശ്രമിക്കണമേ. അല്ല, നിങ്ങൾക്കതിനുള്ള ആ സമയം നിങ്ങൾക്ക് ഒത്തുവരുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് വെബ്സൈറ്റിൽ സന്ദർശിക്കുവാനായിട്ട് കഴിയും. സമയങ്ങളിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുവാനുള്ള ദൈവത്തിൻ്റെ ദൂതായി ഈ ദിവസങ്ങളിൽ ഇത് മാറുവാൻ വളരെയധികം ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇത് സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ വചനങ്ങളെ സഹായിക്കും. നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായിട്ട് ചിന്തിച്ചു വന്നത് ദേവാലയത്തിലെ തിരുനിവാസത്തിൻ്റെ പലകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. ആ പലകളുടെ ആത്മീയ അർത്ഥവും അതുപോലെ തന്നെ ആ പലകൾ എങ്ങനെ ആയിരിക്കണം അതിനെക്കുറിച്ചുള്ള അന്താഴവും അതിൻ്റെ വെള്ളി ചുവടും ഒക്കെ നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു. അടുത്തതായിട്ട് ആ തിരുനിവാസത്തിനകത്തിരിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ഉപകരണമായിട്ട് നമുക്ക് 3 ഉപകരണങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നമ്മൾ ദേവാലയം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും 7 ഉപകരണങ്ങളുണ്ട്. അതിനകത്ത് പ്രാകാരത്തിൽ നമ്മൾ ചെന്നപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്, യാഗപീഠവും പിച്ചളത്തൊട്ടിയും അവിടെ കണ്ടു. അടുത്തതായി കാണുന്ന സ്ഥലത്ത് തിരുനിവാസത്തിനകത്ത് അല്ലെങ്കിൽ ആ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന 3 ആരാധന ഉപകരണങ്ങളാണ്. അത് കവരവിളക്ക്, കാഴ്ചയപ്പത്തിൻ്റെ മേശ, അതുപോലെ തന്നെ ധൂപപീഠം. ഇങ്ങനെ 3 ഉപകരണങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിപരിശുദ്ധമായ സ്ഥലമാണ്. അവിടെ ദൈവത്തിന് നിയമപ്പെട്ടകവും കൃപാസനവും, ഇങ്ങനെ 2 ഉപകരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ഒന്നാമത്തെ ഉപകരണമായ നമുക്ക് തങ്കവിളക്കിനെ കുറിച്ച് അഥവാ കവരവിളക്കിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ കവരവിളക്കിന് നമ്മൾ ദൈവവചനത്തിൽ 4 പേരുകൾ കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിന് 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലും 27-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം മുതൽ 22-ാം വരെ ഉള്ള വാക്യങ്ങളിലും എക്സോഡസ് ചാപ്റ്റർ 37 പുറപ്പാട് പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യവും 24-ാമത്തെ വാക്യവും ഇങ്ങനെ 2-3 സ്ഥലങ്ങളിൽ തങ്കവിളക്കിനെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ തങ്കവിളക്ക് എന്നുള്ളതിൻ്റെ ഭാഷയായിട്ട് തെമ്പോസ് എന്നുള്ള ഒരു ഗ്രീക്ക് വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ ലൂക്നോസ് എന്ന് പറയുന്ന മറ്റൊരു വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ദേവാലയത്തിൻ്റെ ഇടത്ത് ഭാഗത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതും നമുക്ക് ആ ഭാഗത്ത് നിന്ന് പഠിക്കുവാൻ കഴിയും. നിലവിളക്കുകളുടെ പേരുകളെ കുറിച്ച് 4 പേരുകൾ ഈ തിരുവചനത്തിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. ഒന്ന്, നിലവിളക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിലവിളക്ക് എന്ന് പറയാൻ കാരണം? അത് നിലത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നിലവിളക്ക് എന്ന് പറയുവാൻ കാരണം. രണ്ടാമതായിട്ട് തങ്ക വിളക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തങ്ക നിർമ്മിതമായതുകൊണ്ട് തനി തങ്കം കൊണ്ടാണ് വിളക്കുണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് അതിനെ തങ്കവിളക്ക് എന്ന് പറയുന്നു. മൂന്നാമതായിട്ട് കവരവിളക്ക് എന്ന് പറയാറുണ്ട്. അത് നമുക്കതിനെ വാക്ക് കൊണ്ട് തന്നെ ആ പേരുകൊണ്ട് തന്നെ നമുക്കറിയാം, അതിന് പല കവരങ്ങൾ ഉള്ളത് കൊണ്ടാണ് കവരവിളക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വിളക്ക് തണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു, കാരണം അതിന് നടുവിലൊരു തണ്ടുള്ളതായിട്ടുള്ളത് കൊണ്ട് വിളക്ക് തണ്ട് എന്ന് പറഞ്ഞിരിക്കും. ഇങ്ങനെ 4 പേരുകളാണ് നമ്മൾ തിരുവചനത്തിൽ കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദേവാലയത്തിലെ ഓരോ ഭാഗത്തും വെളിച്ചത്തിനായിട്ട് ദൈവം ചില ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. ഒന്നാമത്തെ പ്രാകാരമാണ്. ആ പ്രാകാരത്തിൽ മേമുടിയില്ലാത്ത സ്ഥലമാണ് ദേവാലയത്തിൻ്റെ മുറ്റമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഭാഗമാണ് ദ കോർട്ട് അഥവാ
പ്രാകാരം എന്ന് പറയുന്ന ഭാഗം. അവിടുത്തെ വെളിച്ചം എന്താണ്? അവിടെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വെളിച്ചമാണ് അവിടെ ലഭ്യമാകുന്നത്. രണ്ടാമത്തെ സ്ഥലമായ തിരുനിവാസത്തിൽ അഥവാ വിശുദ്ധ സ്ഥലത്ത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വെളിച്ചത്തിനുള്ള ഉപകരണം അവിടെ തങ്കവിളക്ക് മാത്രമാണ്. വേറെ എങ്ങൊന്നും ഒരു വെളിച്ചം കയറി വരികയില്ല. അതിനൊരു വെന്റിലേഷൻ ഇല്ല, അവിടെ ഒരു ജനലില്ല, അവിടെ ഒരു വാതിലില്ല. ആ ഭാഗത്ത് നമുക്ക് തിരുനിവാസത്തിൻ്റെ അഥവാ ആ വിശുദ്ധ സ്ഥലത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ആകപ്പാടെ വെളിച്ചം തരുന്നത് നിലവിളക്കാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അടുത്തതായി കാണുന്ന സ്ഥലം അതിപരിശുദ്ധ സ്ഥലമാണ്. അവിടെയും വെളിച്ചത്തിന് ദൈവം ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള വെളിച്ചം അത് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി നിൽക്കുന്നതിൻ്റെ വെളിച്ചമാണ്. നമുക്ക് ഏറ്റവും സന്തോഷം തരേണ്ട ഒരു വസ്തുത അത് ഭൂമിയിൽ നിന്നുള്ള ഒരു വെളിച്ചമല്ല, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വെളിച്ചമാണ്. ഇത് ദൈവസഭയെ കുറിക്കുകയാണെങ്കിൽ, ഈ ആലയം ദൈവസഭയെ കുറിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ നടക്കാനായിട്ട് കഴിയും. പ്രാകാരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അത്രേ കഴിയത്തുള്ളൂ. രണ്ടാമത്തെ ഭാഗത്ത് ദൈവസഭയിൽ നിലവിളക്കിന്റെ അഥവാ വചനത്തിന്റെ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാൻ കഴിയും. അടുത്ത സ്ഥലം അതിപരിശുദ്ധമായ സ്ഥലമാണ്. അത് ദൈവിക വെളിച്ചമാണ് അഥവാ ഷെക്കേനായുടെ വെളിച്ചമാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ ഈ പ്രകാരം 3 വെളിച്ചങ്ങൾ ക്രമീകരിച്ചിരുന്നെങ്കിൽ വിശ്വാസിയെ നമ്മൾ ഏത് വെളിച്ചത്തിലാണ് നടക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ പഴയകാല ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ വെളിച്ചത്തിൽ നടന്നു എങ്കിൽ ദൈവസഭയിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിലും വചനത്തിൻ്റെയും വെളിച്ചത്തിൽ നമ്മൾ നടക്കുമ്പോൾ അടുത്ത ഒരു പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ പടി എവിടെയാണ്? നമ്മൾ സ്വർഗീയ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു നാള്. ലോകത്തിന്റെ വെളിച്ചത്തിൽ ജീവിച്ച ശേഷം, സഭയുടെ വെളിച്ചത്തിൽ ജീവിച്ച ശേഷം നമ്മൾ നിത്യതയുടെ വെളിച്ചത്തിലേക്ക് പോകുന്നവരാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സൂര്യന്റെ വെളിച്ചം ആവശ്യമില്ല, ചന്ദ്രന്റെ വെളിച്ചം അവിടെ ആവശ്യമില്ല. കുഞ്ഞാട് വിളക്കായിരിക്കുന്ന ഒരു പുത്തൻ യെരൂശലേമിലേക്കാണ് ഞാൻ നിങ്ങളും പോകുന്നത്. അതെത്ര സൗഭാഗ്യകരമായ ഒരു സന്തോഷകരമായ ഒരു അനുഭവമാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക. നമ്മൾ ഇതിനോടനുബന്ധിച്ച് തങ്കവിളക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ തങ്കവിളക്ക് ഒരു വിശ്വാസിയോട് ചേർത്ത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നമ്മളൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആദ്യമായി ഉണ്ടാക്കി എന്തെങ്കിലും ഒന്നിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സൃഷ്ടി വെളിച്ചമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്നു വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുവാനായിട്ടാണ് ദൈവം നമ്മളിൽ അകത്ത് ദൈവം ഒരു വെളിച്ചം തന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ നിങ്ങൾക്കൊരു വെളിച്ചവുമില്ലായിരുന്നു. എന്നാൽ ഇരുണ്ട സ്ഥലത്തേക്ക്, ശാപഗ്രസ്തമായ ഇരുളുകൊണ്ട് മൂടിക്കിടന്ന സ്ഥലത്ത്, വെള്ളം കൊണ്ട് നിറഞ്ഞ സ്ഥലത്ത് ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ആ നാളിൽ നിങ്ങളുടെ അന്തരാത്മാവിൽ ഒരു വിളക്ക് കത്താൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്ന് പറഞ്ഞിരിക്കുന്നു. യഹോവയുടെ ദീപം കത്താത്ത എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ഇരുളുമയാണ്, അവിടെയെങ്ങും വെളിച്ചം വന്നിട്ടില്ല. ഈ നാളുകളിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇരുട്ട് വ്യാപരിക്കുന്നെങ്കിൽ, ഇരുളിൻ്റെ അധികാരം വ്യാപരിക്കുന്നെങ്കിൽ, നമ്മൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവിൽ ഇരുട്ടായി കിടക്കുകയാണ്. ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഇരുട്ടിൻ്റെ അധികാരം വിട്ട് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് വരാനിടയാകണം. കൊലോസ്യർ 1:13-12 വാക്യത്തിൽ നമ്മളത് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസിനെ ദൈവം വിളിച്ചതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 26:18 അവിടെ വായിക്കുന്നത് ഇരുളിൻ്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് കർത്താവ് പൗലോസിനെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ആ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതെ സൂക്ഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. ലൂക്കോസ് 11-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, കർത്താവ് പറയുന്നു നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതെ നീ സൂക്ഷിക്കണം. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു എന്ന് 23-ാം വാക്യത്തിൽ പറഞ്ഞു.
പ്രധാനമായിട്ടും നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മയുണ്ടായിരിക്കും, 4 കാര്യങ്ങൾ കൊണ്ട് ഈ വെളിച്ചം നഷ്ടപ്പെടുത്തി കളയരുത്, നിന്റെ നിലവിളക്ക് കെടുത്തി കളയരുതെന്ന് ദൈവം പറഞ്ഞു. ഒന്നാമതായിട്ട് പറഞ്ഞത് പാത്രം കൊണ്ട് മൂടരുത്. ലൂക്കോസ് 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അവിടെ പറയുന്നു, നിങ്ങൾ പാത്രം കൊണ്ട് നിങ്ങളുടെ വെളിച്ചം മൂടിക്കളയരുത്. പാത്രം എന്തിനെയാണ് കാണിക്കുന്നത്? പാത്രം മറ്റൊന്നിനെയുമല്ല, പാത്രം കാണിക്കുന്നത് നമ്മുടെ ആഹാര കാര്യങ്ങളിൽ. ചില ആളുകളെ ശ്രദ്ധിച്ചാൽ ഒരു നേരം ഒന്ന് ഉപവസിക്കാൻ പോലും അവർക്ക് കഴിയത്തില്ല. ആഹാരത്തോട് അത്രമാത്രം താല്പര്യമാണ്. പാത്രം കൊണ്ട് നിന്റെ ആത്മീയമാകുന്ന നിന്റെ ഉള്ളിൽ ദൈവം കത്തിച്ചിരിക്കുന്ന ആ വെളിച്ചം കെടുത്തിക്കളയാൻ പാടില്ല. പല ആളുകൾ ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ രാത്രി കഴിക്കുന്നവരാണെന്ന് കേൾക്കാം. അതൊന്നും ദൈവസന്നിധിയിൽ ഉപവാസമല്ലേ? അല്ല. 21 ദിവസം ഉപവസിക്കുമ്പോൾ രാത്രിയിൽ കഴിച്ചുകൊണ്ടാണ് ഉപവസിക്കുന്നത്. 40 ദിവസം ഉപവസിക്കുമ്പോൾ രാത്രി കഴിച്ചുകൊണ്ട് 40 ദിവസം ഉപവസിക്കുന്നു. അതൊക്കെ എന്തോ ഒരു ഉപവാസമാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ദൈവവചനം അതൊന്നും അനുവദിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ 40 ദിവസം ഉറക്കളച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ രാത്രിയിലും ഉറങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം? അല്ല. അത് ഒരു ഉപവാസമല്ല. ഓരോ ദിവസമായി വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാം. എന്നാൽ ദൈവമക്കളെ, സാത്താൻ നമ്മളെ കബളിപ്പിക്കാൻ ഇടയാകരുത്. ഉപവസിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം വെടിഞ്ഞ ദൈവസ്ഥനെ ഇരിക്കാൻ നമുക്ക് കഴിയണം. ഭക്ഷണത്തോടുള്ള അമിതമായ താല്പര്യം നമ്മുടെ ജഡത്തിൽ നിന്ന് ജനിച്ചു വരുന്നതാണ്. 40 ദിവസമൊക്കെ ഉപവസിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്, ദൈവദാസൻ എങ്ങനെയാണ് 40 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? അതാണ് ദൈവത്തിന്റെ കൃപ. അതാണ് ദൈവത്തിന്റെ അസാധാരണമായുള്ള കൃപ. ഒരു നേരത്തെ ഭക്ഷണം പോലും വെടിഞ്ഞിരിക്കാൻ കഴിവില്ലാത്തവനായിരുന്നു എളിയവൻ. എന്നാൽ പല ദിവസങ്ങളിൽ 40 ദിവസങ്ങൾ പല പ്രാവശ്യം ഉപവസിക്കാൻ ദൈവം കൃപ തന്നു. അതൊക്കെ ദൈവത്തിന്റെ കൃപ. ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പാത്രം കൊണ്ട് മൂടിക്കളയാൻ പാടില്ല. മാത്രമല്ല, രണ്ടാമതായിട്ട് വായിക്കുന്നത് അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, കട്ടിലിന്റെ കീഴിൽ നിന്റെ വിളക്ക് വെച്ചാൽ അതങ്ങ് കെട്ടുപോകും. കട്ടിൽ സുഖത്തെ കാണിക്കുകയാണ്, റെസ്റ്റ് എടുക്കുന്നതിനെ കാണിക്കുകയാണ്. മനുഷ്യന് വിശ്രമം ആവശ്യമാണ്. പക്ഷേ എല്ലായ്പ്പോഴും വിശ്രമമാണെങ്കിൽ, മനുഷ്യൻ അധ്വാനിക്കാനായിട്ടാണ് ദൈവം വിളിച്ചതെങ്കിൽ, ദൈവം സൃഷ്ടിച്ചതെങ്കിൽ, നമ്മൾ അധ്വാനശീലരായി മാറേണ്ടത് ആവശ്യമാണ്. നമ്മളിലുള്ള വെളിച്ചം ഇരുളായി പോകുന്നതിന്റെ കാരണം ദൈവവചനം വായിക്കാൻ മടിയാണ്, ദൈവവചനം ഇരുന്നുകൊണ്ട് ധ്യാനിക്കാൻ മടിയാണ്. ദൈവവേലയിൽ ഇറങ്ങിയിട്ടും മടിയോടുകൂടെ കിടന്നുറങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. അവരെക്കുറിച്ച് ദൈവത്തിന് വളരെ സങ്കടമുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, പറ കൊണ്ട് മൂടരുത്. എന്താണ് ഈ പറ ചിത്രീകരിക്കുന്നത്? നമ്മുടെ ബിസിനസ് രംഗങ്ങളെയാണ് കാണിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലല്ലാതെ ബിസിനസ് രംഗങ്ങളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, ബന്ധങ്ങളിൽ നിങ്ങളുടെ വിളക്കുകൾ കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ പാത്രം കൊണ്ട് മൂടുകയോ നിങ്ങളുടെ കട്ടില് കൊണ്ട് മൂടുകയോ നിങ്ങളുടെ ആ പറ കൊണ്ട് മൂടുകയോ ചെയ്താൽ നിങ്ങളുടെ വിളക്ക് കെട്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്നു, നിലവറ കൊണ്ട് നിങ്ങളുടെ വെളിച്ചം ഇരുളായി പോകാനിടയാകരുത്. നിലവറ എന്തിനാണ് കാണിക്കുന്നത്? ഭാവിക്ക് വേണ്ടി കരുതുന്ന സ്ഥലമാണ് നിലവറ. പണ്ട് കാലങ്ങളിൽ ധാരാളം സമ്പത്തുള്ള ആളുകൾ നിലവറയിലാണ് അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വെളിച്ചം, ആത്മീയമായി ദൈവം തന്നിരിക്കുന്ന വെളിച്ചം, നിലവിളക്ക് കെട്ടുപോകാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാ നമ്മോട് പറയുന്നു, നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ പൗലോസിന്റെ വിളിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവന് നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിഞ്ഞ ഒരു വെളിച്ചം കണ്ടു. സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം, നട്ടുച്ച സമയത്തുള്ള വെളിച്ചം. അവനത് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ദൈവത്തിൻ്റെ ഒരു ഇടപെടിയിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അവൻ വിളിച്ചത്, നീ ആരാകുന്നു കർത്താവേ എന്നാണ് വിളിച്ചത്. ആരാകുന്ന കർത്താവേ? ആരാണെന്നല്ല ചോദിച്ചു, വിനയോ ആരാകുന്നു കർത്താവേ എന്ന് വിളിക്കുക. അപ്പോൾ അവൻ്റെ ഉള്ളിൽ വലിയ വെളിച്ചം വന്നു. നമ്മൾ ആ വെളിച്ചത്തെക്കുറിച്ച് താൻ സാക്ഷ്യം പറയുന്ന ഒരു ഭാഗം അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായത്തിലുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ട് ഇല്ല എന്നാണ് കാണാൻ കഴിയുന്നത്. വെളിച്ചം കണ്ടു എങ്കിലും ശബ്ദം കേട്ടില്ല എന്ന് വേറൊരു ഭാഗത്ത് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, തനിക്ക് കിട്ടിയ വെളിച്ചം എന്താണെന്നുള്ള നല്ല ബോധ്യം തനിക്കുണ്ടായിരുന്നു.
ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപന്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് വെളിച്ചമുള്ളവരായി നടക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, വെളിച്ചത്തിൽ നമ്മൾ നടക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. 1 യോഹന്നാൻ 1-ന്റെ 7-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നു നമ്മളെ വെളിച്ചത്തിൽ നടക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമതായിട്ട് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു വെളിച്ചത്തിൽ നമ്മൾ വസിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. മൂന്നാമതായിട്ട് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു വെളിച്ചത്തിൽ നമ്മൾ ഇരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നവരായി മാറണം. നാലാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു യോഹന്നാൻ 12-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വെളിച്ചത്തിൽ നമ്മൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ 4 കാര്യങ്ങളാണ് വെളിച്ചവുമായി ബന്ധപ്പെട്ട് തിരുവചനത്തിൽ ആ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തങ്കവിളക്ക് ഓരോ ദൈവ പൈതലിൻ്റെയും ഓരോ വിശ്വാസിയെയും കുറിക്കുകയാണെങ്കിൽ ഇപ്രകാരം നമുക്ക് വെളിച്ചമുള്ളവരായി മാറാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുകയാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഭൂമി എന്നും ലോകമെന്നും കർത്താവ് രണ്ടായിട്ട് തന്നെയാണ് തിരിച്ചു പഠിപ്പിച്ചിരിക്കുന്നത്. ലോകം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന് 2 ലോകങ്ങളുണ്ട്. ഒന്ന് വെളിച്ചത്തിന്റെ ലോകവും 2 ഇരുട്ടിന്റെ ലോകവും. ലോകത്തിൽ 2 ലോകങ്ങളുണ്ട് എങ്കിൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ ലോകം കർത്താവിനെ പരീക്ഷിച്ച സാത്താൻ കൊണ്ടുപോയി ഉയർന്ന സ്ഥലത്ത് നിർത്തിക്കൊണ്ട് ഉയർന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ ലോകത്തെയും അതിൻ്റെ മഹത്വത്തെയും കാണിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. ഈ ഭൂമിയെ കാണിച്ചു എന്നല്ല. നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസ് 4-ാം അധ്യായത്തിലും കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ലോകത്തെയും സർവ്വ ലോകത്തെയും അതിൻ്റെ മഹത്വത്തെയും കാണിച്ചു. ലോകം 2ആയിട്ട് നമുക്ക് തിരിച്ചു പഠിക്കാം. വെളിച്ചമുള്ള ലോകവും ഇരുളുള്ള ലോകവും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? ഇരുട്ടിൻ്റെ ലോകത്തിലാണോ വെളിച്ചത്തിൻ്റെ ലോകത്തിലാണോ? ഇരുട്ടിൻ്റെ ലോകത്തിൽ നിന്ന് നമ്മെ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മളെ മാറ്റിയിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് കൊണ്ട് സഭയിൽ ഒരു വിശ്വാസിയെ നീ ദൈവത്തോടുള്ള ബന്ധത്തിൽ വെളിച്ചമുള്ളവനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവമേ ഈ നാളുകളിൽ എന്നെ ഒരു വെളിച്ചമാക്കി മാറ്റണമേ. എൻ്റെ ബന്ധക്കട നടുവിൽ എന്നെ ഒരു വെളിച്ചമാക്കി മാറ്റണമേ. അനേകം ചുറ്റുപാടുകളിൽ നമ്മളെ ഇരുട്ടിൻ്റെ അധികാരം നടത്തിക്കൊണ്ടിരുന്ന കുടുംബങ്ങളിൽ എന്നെ ഒരു വെളിച്ചമാക്കി മാറ്റണമേ. നിങ്ങളുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? അല്ലയോ ദൈവവേല ചെയ്യുന്ന സഹോദര, നിന്റെ ഭവനത്തിൽ പാടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു പതിവുണ്ടോ? ചുറ്റുപാടും ആ വെളിച്ചം പരക്കട്ട്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും 2 പാട്ട് പാടുന്നത് കൊണ്ടോ കൈയടിക്കുന്നത് കൊണ്ടോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറയും അവിടെയുള്ള ഇരുളുകളെല്ലാം മാറിപ്പോകുന്നത് ആത്മാവിൽ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അഭിഷേകത്തോടെ കൈയടിക്കുമ്പോൾ, അഭിഷേകത്തോടെ പാട്ടുപാടുമ്പോൾ, അഭിഷേകത്തോടെ ആത്മാവിൽ നൃത്തം ചെയ്യുമ്പോൾ അവിടെയുള്ള ഇരുളിൻ്റെ ശക്തികൾ ഓടിപ്പോകാനിടയായിത്തീരും. ലോകത്തിലുള്ള എല്ലാ ഇരുട്ടും കൂടെ നിങ്ങളുടെ നേരെ വന്നാലും ഒരു കൈത്തിരി പോലെ നിങ്ങൾക്കൊരു വെളിച്ചമുണ്ടെങ്കിൽ നിങ്ങളെ ജയിക്കുവാൻ ലോകത്തിലെ ഒരു ഇരുളിനും ശക്തിക്ക് സാധ്യമല്ല. പാതാള സേനകൾ വിറയ്ക്കുന്നവനായി ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുന്നു. ഈ എപ്പിസോഡിൽ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തങ്കവിളക്കായി നമ്മൾ ദേവാലയത്തിൽ മാറാം. ദൈവം നമ്മളെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. ഒരു തങ്കവിളക്കിനെ പോലെ പ്രകാശമുള്ളവരായി, കവരവിളക്കിൽ നിന്ന് പ്രകാശം ആ ആലയത്തെ മുഴുവൻ നിറച്ചതുപോലെ നിങ്ങൾ ഒരാൾ പ്രകാശിച്ചാൽ നിങ്ങളുടെ സഭ മുഴുവൻ പ്രകാശമാനമായി മാറാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടും വരെ കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവനാമം എന്നും മഹത്വം എടുക്കുമാറാകട്ടെ.
വേണ്ടി വന്നു മരിച്ച പ്രിയൻ എനിക്കൊരു പാർപ്പിടമൊരുക്കാൻ പോയി. ഇനിമേൽ എനിക്കില്ലോ ഭയം, ഇനിമേൽ എനിക്കില്ലോ ഭയം. കയറിയ വിശുദ്ധന്മാരാ കാണുന്നു ഞാനാ വലിയ സംഘം. ക്രൂശിന്റെ പാതയിൽ അവർ നടന്നു, ബഹു കഷ്ടത പ്രയാസങ്ങൾ അവർ സഹിച്ചു. പരിശുദ്ധനേ പരിശുദ്ധനേ, ക്രൂശിന്റെ പാതയിൽ അകലെ നിന്നെ പിന്തുടർന്നിടുവാൻ മടിക്കുന്നില്ല. പരിശുദ്ധനേ പരിശുദ്ധനേ, ക്രൂശിന്റെ പാതയിൽ അകതി നിന്നെ പിന്തുടർന്നിടുവാൻ മടിക്കുന്നില്ല. ഇനിമേൽ എനിക്കില്ലോ ഭയം, ഇനിമേൽ എനിക്കില്ലോ ഭയം. ദൈവമേ നിന്നുക ശോഭയെന്നിൽ ദേവം നൽകി ആത്മജീവനായ. വിധിയിൽ എനിക്കൊരു മടിയുമില്ല, പരമരാജാവിന്റെ വേല ചെയ്യുവാൻ. യേശു രാജാവിന്റെ എഴുന്നള്ളത്തിൽ ദൂതുകൾ അറിയിച്ചു നടന്നു കൊള്ളാം. ഞാനിനിമേൽ യേശു രാജാവിന്റെ എഴുന്നള്ളത്തിൽ ദൂതുകൾ അറിയിച്ചു നടന്നു കൊള്ളാം. ഇനിമേൽ